surface of revolution. നമ്മൾ ഓൾറെഡി വോള്യൂം ഓഫ് the solid of revolution പഠിച്ചു അല്ലെ. അത് ഇതേപോലെ ഒരു കർവ് ഒരു പെർട്ടിക്കുലർ ലൈനെ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സോളിഡിന്റെ വോള്യൂം കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചു. അതേപോലെ ഒരു കൺസെപ്റ്റ് ആണ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഈ സർഫസ് ഓഫ് റെവല്യൂഷൻ ഒരു പെർട്ടിക്കുലർ കർവ് നമ്മൾ ഒരു പെർട്ടിക്കുലർ ലൈനെ ബേസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് റിവോൾവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു സർഫസിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ. ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ്. ഓക്കെ, ഇത്തരത്തിലൊരു ഫിഗറാണ് നമുക്ക് കിട്ടുക. അതായത് ഈ ഒരു കർവ് എബൌട്ട് ദ ലൈൻ എ ടു ബി ഈ വിത്തൗട്ട് എബൌട്ട് ദ എക്സ് ആക്സിസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്, റിവോൾവ് ചെയ്യാന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് കിട്ടുന്ന സ്ട്രക്ചർ ഏകദേശം ഇതുപോലെ സ്ട്രക്ചർ ആയിരിക്കും. അതിന്റെ സർഫസ് ഏരിയ, ഏറ്റവും പുറമെയുള്ള സർഫസ് ഉണ്ടാവുമല്ലോ അതിന്റെ ഏരിയ, വോള്യൂം അല്ല സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്ന സ്ട്രക്ചർ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അതിന് ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ ഒരു ഫോർമുലയിലേക്ക് എത്തിക്കാൻ ചെയ്യേണ്ട ഫോർമുല ഡിറൈവ് ചെയ്യാണ് ഇവിടെ. നിങ്ങൾ ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എങ്ങനെ അത് സോൾവ് ചെയ്യുക, ആ ഒരു ഇക്വേഷൻ പഠിക്കുക, പ്രോബ്ലം സോൾവ് ചെയ്യുക, നിങ്ങൾക്ക് അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിൽ എങ്ങനെയാ ഇക്വേഷൻ വരുന്നത് എന്നുള്ളത് പറഞ്ഞു പോവാം. ഫ്രം എ ടു ബി ലൈൻ എന്ത് ചെയ്യാൻ പോവാണ്, എബൌട്ട് എക്സ് ആക്സിസ് റിവോൾവ് ചെയ്യാൻ പോവാണ്. ആദ്യം എന്ത് ചെയ്യുക, ഈ എ ടു ബി എന്ന് പറഞ്ഞ ഈ ഒരു ഇന്റർവെല്ലിൽ നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്നു, എപ്പോഴും ചെയ്യാറുള്ള പോലെ. എങ്ങനെയാ പാർട്ടീഷൻ, സം x1 x2 etc xn ഈക്വൽ ടു p or a ഈക്വൽ ടു x0 ആൻഡ് b ഈക്വൽ ടു x എന്നിട്ട് പാർട്ടീഷൻ ചെയ്യുന്നു. അതിന് കറസ്പോണ്ടിങ് നമ്മുടെ കർവിൽ ഉണ്ടാവുന്ന പോയിന്റ്സ് ഏതൊക്കെയാ, p0 p1 p2 etc pn. ഓക്കെ, അതായത് നമ്മൾ ഓരോ പോയിന്റ് എക്സ് ആക്സിൽ മാർക്ക് ചെയ്യുന്ന ഓരോ പാർട്ടീഷൻ പോയിന്റും കറസ്പോണ്ടിങ് ആയിട്ട് കർവിലുള്ള പോയിന്റിനെയാണ് അതിന്റെ പാർട്ടീഷൻ p0 p1 etc pn. ഇതിനെന്താ വിളിക്കുക, ആർക്കുകൾ. ഓർക്കുന്നുണ്ടോ, നമ്മൾ ആർക്ക് ലെങ്ത്തിൽ പറഞ്ഞ കാര്യങ്ങൾ. ആർക്ക് p0 p1, ആർക്ക് p2 p1 p2 എക്സെട്ര, അങ്ങനെ ആർക്ക് pn-1 pn, അങ്ങനെയുള്ള ആർക്കുകളുടെ ഹോൾ യൂണിയൻ ആയിട്ടാണ് നമ്മൾ ഈ ഗിവൺ കർവ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിന്റെ സർഫസ് ഏരിയ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ പെർട്ടിക്കുലർ കർവിന്റെയും സർഫസ് ഏരിയ, ഇതിന്റെ സർഫസ്, ഇതുവരെയുള്ള സർഫസ് ഏരിയ, അങ്ങനെ ഓരോ സർഫസ് ഏരിയയും കണ്ട് അതിന്റെ യൂണിയൻ എടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇത്തരത്തിൽ കുറെ സർഫസിലായിട്ട് എനിക്ക് അതായത് ഈ p0 p1 എന്ന് പറഞ്ഞ ആർക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സർഫസ് s1, p1 p2 ജോയിൻ ചെയ്യുന്ന ആർക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സർഫസ് s2, s1 s2 അങ്ങനെ. അതായത് ഇത്തരത്തിലുള്ള സർഫസുകളുടെ സർഫസ് ഏരിയ കണ്ടുപിടിക്കുക, അവരുടെ യൂണിയൻ ആയിട്ട് നമുക്ക് ഹോൾ സർഫസ് ഏരിയ പറയാൻ പറ്റും. ക്ലിയർ? അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഫോർമുലയിലേക്ക് എത്താൻ പോണേ. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ എല്ലായ്പ്പോഴും ചെയ്യുന്ന പോലെ ആ ഒരു ഇന്റർവെല്ലിൽ നിന്ന് ഒരു ഇവാലുവേഷൻ പോയിന്റ് എടുക്കുന്നു, എന്നിട്ട് അത്തരത്തില് pk-1 pk എന്ന് പറയുന്ന ഒരു ജനറൽ ആർക്ക് എടുക്കുന്നു. അവിടെ കണ്ടുപിടിക്കുന്ന സർഫസ് ഏരിയയുടെ അപ്രോക്സിമേറ്റ് വാല്യൂ വിൽ ബി 2π ഇൻറ്റു f of xk-1 plus f of xk by 2 into d of pk-1 pk. ഇതെന്താ, ഈ ഡിസ്റ്റൻസ് pk-1 pk എന്താ, അപ്രോക്സിമേറ്റ്ലി ആ ആർക്കിന്റെ ലെങ്ത് നമ്മൾ പഠിക്കുന്നല്ലേ ലാസ്റ്റ് സെക്ഷനിൽ, d pk-1 pk എന്ന് പറഞ്ഞാൽ ആ ഒരു ആർക്കിന്റെ അപ്രോക്സിമേറ്റ് ലെങ്ത് 2π ഇൻറ്റു f എന്താ, ആ ഗിവൺ ഫംഗ്ഷൻ നമുക്ക് എന്നിട്ടുള്ള ആ ഒരു കർവിന്റെ ഇക്വേഷനെയാണ് f എന്ന് വിളിക്കുന്നത്. അപ്പൊ f of xk-1 plus f of xk by 2 into 2π into d of pk-1. This is the approximate value of the del s. ഓക്കെ, നമ്മൾ d pk-1 pk ഒരു ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നു, √1 + f dash of ck സ്ക്വയർ del x. ഓക്കെ, അപ്പൊ നമ്മൾ ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ എങ്ങനെയാവും, 2π ഇൻറ്റു ഈ വാല്യൂ എവിടെ നിന്ന് കിട്ടുന്ന ലാസ്റ്റ് സെക്ഷൻ കേട്ടോ, ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അത്. സോ 2π f of ck plus f of ck by 2, അതായത് xk-1 ഇതിന് പകരം എങ്ങനെ ചൂസ് ചെയ്യുന്നു, ഈ f of xk-1 f of xk. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അപ്രോക്സിമേറ്റ്ലി അതിനിടയ്ക്കുള്ള xk-1 xk നമ്മൾ ചൂസ് ചെയ്ത ഇവാലുവേഷൻ പോയിന്റ് ഉണ്ടല്ലോ ck, അതായിട്ട് റീപ്ലേസ് ചെയ്യുക. അപ്രോക്സിമേറ്റ്ലി അവർ തമ്മിൽ ഈക്വൽ ആയിരിക്കും. സോ f of ck plus f of ck by 2, ഒരു 2 f of ck എന്നാവില്ലേ, ആ 2 ഇതും ക്യാൻസൽ ആയി, ബാക്കി എന്താ വരിക, 2π. അപ്രോക്സിമേറ്റ്ലി ഇതാണ്. അപ്പം s ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി സമ്മേഷൻ k ഈക്വൽ ടു 1 to n. ഇത് ഒരു പെർട്ടിക്കുലർ സർഫസിന്റെ വാല്യൂ, അതേപോലെയുള്ള അവരുടെ സം അല്ലേ എടുക്കുക, ഓരോ സർഫസ് ഏരിയകളുടെയും സം. അപ്പോൾ സിഗ്മ k ഈക്വൽ ടു 1 to n 2π f of ck √1 plus f dash of ck സ്ക്വയർ del x. ദിസ് ഇസ് എ ഫോർമുല ഫോർ ഫൈൻഡിങ് അപ്രോക്സിമേറ്റ് വാല്യൂ. ഇതെന്താ ശരിക്കും നമ്മൾ പഠിച്ചിട്ടുള്ള റെയ്മാൻ സം അല്ലെ, റെയ്മാൻ സമ്മിന്റെ ലിമിറ്റ്, സമ്മേഷൻ ലിമിറ്റ് കൊടുക്കുമ്പോഴേ അതിന് ആക്ച്വൽ വാല്യൂ ആവുള്ളൂ. സോ എന്താവും, ഇതിന്റെ ലിമിറ്റ് ആണ്, ലിമിറ്റ് n tends to infinity സിഗ്മ k ഈക്വൽ ടു 1 to, കുറച്ച് ഫോർമുല പഠിക്കാനുണ്ടല്ലേ, 2π f of ck √1 plus f dash of ck സ്ക്വയർ del x. ആക്ച്വലി അതെന്താണ്, ലിമിറ്റ് സമ്മേഷൻ ഒരുമിച്ച് വരുന്നത് ഇന്റഗ്രേഷൻ. സോ ഇന്റഗ്രൽ ഫ്രം a to b 2π f of x √1 plus f dash of x whole square dx. This is the formula for finding the surface area of surface of revolution. Clear?
സർഫസ് ഏരിയ ഓഫ് സർഫസ് ഓഫ് റെവല്യൂഷൻ കണ്ടുപിടിക്കുന്ന ഫോമിൽ എന്തായാലും FBR നോൺ നെഗറ്റീവ് സ്മൂത്ത് ഫംഗ്ഷൻ. നോൺ നെഗറ്റീവ് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. 0 ആവാം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പോസിറ്റീവ് ആവണം, നെഗറ്റീവ് ആവരുത്. ഓക്കെ, അതേപോലെ എന്താ സ്മൂത്ത് ആണ്. സ്മൂത്ത് എഫ് ഡാഷ് എക്സിസ്റ്റ് ആൻഡ് കണ്ടിന്യൂസ്, അതാണ് സ്മൂത്തിന്റെ മീനിങ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ആൻഡ് കണ്ടിന്യൂസ്. ഓക്കെ, അതായിക്കോട്ടെ. ദെൻ ദ സർഫസ് ഏരിയ ഓഫ് ദ സർഫസ്, ആ സർഫസ് ഒബ്റ്റെയിൻ ചെയ്യുന്നതിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്ന ഫോമുല എബൌട്ട് ലൈൻ എക്സ് ആക്സിൽ. എക്സ് ആക്സിലാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു dx ആയിരിക്കും, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിരിക്കും ആ ഇന്റഗ്രേഷൻ. അത്രേ വ്യത്യാസമുള്ളൂ. സോ ദ ഫോമുല വിൽ ബിക്കം 2π ഇന്റഗ്രൽ a to b f of x into അല്ലെ 2π into integral a to b f of x root of 1 plus f dash of x whole square dx. This is the formula for finding the surface area of surface of revolution. ഇനി ഇതിന്റെ പ്രോബ്ലംസ് പിടിച്ചാൽ മതി. ആക്ച്വൽ വാല്യൂ കിട്ടിയില്ല. ഇന്ന് വിത്ത് റെസ്പെക്ട് ടു y ആണെങ്കിൽ ഫോമുല എങ്ങനെ മാറും? ഇതേ കാര്യം വിത്ത് റെസ്പെക്ട് ടു y ആവും. അപ്പൊ എഫ് ഓഫ് എക്സ് എന്നുള്ളത് എഫ് ഓഫ് വൈ എന്നാവും, dy എന്നാവും. അത്രയേ ഉള്ളൂ വ്യത്യാസം, വേറെ വ്യത്യാസമൊന്നും വരില്ല. നമ്മൾ ഇത് എല്ലാ കാര്യങ്ങളും എല്ലാ ഫോമുല പഠിക്കുമ്പോഴും എബൌട്ട് എക്സ് ആക്സും വൈ ആക്സും രണ്ടും ട്രൈ ചെയ്യാറുണ്ട്. ഇവിടെയും അതുപോലെ വൈ ആക്സിലെ പ്രോബ്ലംസ് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. Find the area of the surface obtained by revolving the graph of f of x equal to root x on the interval closed interval 0 to about the x axis. എന്ത് ചെയ്യാ, ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് പറഞ്ഞ ഒരു ഗിവൺ ഗ്രാഫിന്റെ സർഫസ് ഓഫ് റെവല്യൂഷൻ വേണം, സർഫസ് ഏരിയ ഓഫ് സർഫസ് ഓഫ് റെവല്യൂഷൻ. അതിനുവേണ്ടി എന്ത് ചെയ്യാ, നമ്മൾ ആദ്യം ആ ഫിഗർ ഒന്ന് വരയ്ക്കുന്നു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് കർവ് വരയ്ക്കുക. 3D ഫിഗർ വരച്ചില്ലെങ്കിലും ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എന്റെ 2D ഫിഗർ എങ്കിലും വരച്ചു വെക്കുക. 2 ഡയമെൻഷണൽ ഫിഗർ റൂട്ട് എക്സ് വൈ ഈക്വൽ ടു റൂട്ട് എക്സിന്റെ കർവ് വരയ്ക്കുക. അറിയില്ലേ, ഈ സി കർവ്. ഏതായി ശരിക്കും കർവ്? വൈ ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ എന്ന് പറഞ്ഞ പരാബോള അല്ലെ. എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ റൈറ്റ് ഓപ്പൺ പരാബോള, ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന റൈറ്റ് ഓപ്പൺ പരാബോളയാണ് എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ. ആ പരാബോളയുടെ ഗ്രാഫ് വരച്ചു വെച്ചു. ആ പരാബോളയുടെ ഗ്രാഫിൽ നമുക്ക് എന്ത് വേണം, എബൌട്ട് ദി എക്സ് ആക്സിസ് റൊട്ടേറ്റ് ചെയ്യാണ്. ആക്ച്വലി ഈ പരാബോള റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനം എന്തായിരിക്കും? ഇതുപോലെ ഒരു പരാബോളോയിഡ് ആയിരിക്കില്ലേ? ആണോ? പരാബോള റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫിഗർ എന്ന് പറയുന്നത് ഇതേപോലെ പരാബോളോയിഡ് ആയിരിക്കും. ഓക്കെ, പരാബോളോയിഡ് ആയിരിക്കും. അതിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്ന ഫോമുല നമുക്ക് വേണം. ആ ഫോമുലയിൽ എന്തൊക്കെയുണ്ട്? ദിസ് ഇസ് എ ഫോമുല. ഫോമുല എന്ത് വേണം? എഫ് ഡാഷ് വേണം. എഫ് ഡാഷ് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം എഫ് ഡാഷ് ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് ഉണ്ട്, അതേപോലെ എഫ് ഡാഷ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ദെൻ ഫോമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എസ് ഈക്വൽ ടു 2π ഇന്റഗ്രൽ a to b f of x into root of 1 plus f dash of x whole square dx. ഫ്രം ദി ലിമിറ്റ് 0 to 2 എന്നത് ഗിവൺ ക്വസ്റ്റ്യനിലുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, 2π 0 to 2 എഫ് ഓഫ് എക്സിന്റെ വാല്യൂ റൂട്ട് എക്സ്, ബാക്കി എഫ് ഡാഷ് ഓഫ് എക്സ് 1/2 റൂട്ട് എക്സ് ഹോൾ സ്ക്വയർ. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് 2π കോൺസ്റ്റന്റ് പുറത്ത് നിർത്തിയിട്ടുണ്ട്. റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 plus 1/4x dx എന്ന് വരും. ഓക്കെ ആണോ? ഇതിൽ എന്ത് ചെയ്യാ, ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യുക. ഈ 2π ഈ 2 അകത്തോട്ട് കൊടുക്കുമ്പോൾ, അതായത് ഇതിൽ ക്രോസ് ചെയ്യുമ്പോൾ സമയത്ത് നമുക്കൊരു വാല്യൂ കിട്ടും. അത് റൂട്ട് ഓഫ് 4x, അതായത് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 4x പ്ലസ് 1 ഇവിടെ ഡിവൈഡഡ് ബൈ റൂട്ട് 4x. ഓക്കെ, ഇത് എന്തായിട്ടാ പുറത്തു വരിക? 2 റൂട്ട് എക്സ് ആയിട്ട് പുറത്തു വരും. അപ്പൊ എന്താ വരും? ഇതിന് പകരം 2 റൂട്ട് എക്സ് എന്ന് എഴുതാം, ശരിയല്ലേ? റൂട്ട് 4. അപ്പൊ ഇതിലൊരു റൂട്ട് എക്സ്, ഈ റൂട്ട് എക്സും ഓൾറെഡി ക്യാൻസൽ ആയി. ക്ലിയർ? ഇവിടെ ഓൾറെഡി പുറത്തൊരു 2 ഉണ്ട്, ആ 2ഉം ഈ 2ഉം ക്യാൻസൽ ആയി. ബാക്കി എന്താ വരിക? റൂട്ട് ഓഫ് 4x പ്ലസ് 1. അതെങ്ങനെ കിട്ടിയാൽ മനസ്സിലായിട്ടുണ്ടോ? അതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്ററിൽ ക്യാൻസൽ ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 plus 1/4x എന്നുള്ളത് എന്തായിട്ട് മാറും? റൂട്ട് പൈ ഇൻറ്റു ഈ 2 ക്യാൻസൽ ആയി. സോ ഇന്റഗ്രൽ 0 to 2 റൂട്ട് ഓഫ് 4x plus 1 dx. ഇത് ഏത് ഫോമുല കിടക്കണേ? റൂട്ട് എക്സ് എന്നുള്ള ഫോമുല. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ മതി. പുട്ട് 4x plus 1 ഈക്വൽ ടു യു, പുട്ട് 4x plus 1 ഈക്വൽ ടു 2u. അങ്ങനെയാണെങ്കിൽ du എന്താ വരിക? 4 ഈക്വൽ ടു du, 4 dx ഈക്വൽ ടു du, 4 dx ഈക്വൽ ടു du. ഓക്കെ, അല്ലെങ്കിൽ du ഇതിന് എന്താ പറ്റും? 4 dx ഈക്വൽ ടു du, വിച്ച് മീൻസ് du ഈക്വൽ ടു 4 dx. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലിമിറ്റ് മാറണ്ടേ? എക്സിന്റെ ലിമിറ്റ് 0 to 2. അങ്ങനെയാണെങ്കിൽ യുടെ ലിമിറ്റ് എന്താ വരിക? 4 ഇൻറ്റു എക്സിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുക. അപ്പൊ യുടെ വാല്യൂ 4 ഇൻറ്റു 0 പ്ലസ് 1 to 4 ഇൻറ്റു 2 8 പ്ലസ് 1 9 1 to 9. ഓക്കെ, ഇന്റഗ്രേഷൻ ഫ്രം 1 to 9 ആവും. വാല്യൂ എന്താവും? റൂട്ട് യു du ബൈ 4 അല്ലെ. ഇവിടെ വരുമ്പോൾ dxന്റെ വാല്യൂ വിച്ച് ഇസ് ഈക്വൽ ടു പൈ ടൈംസ് ഇന്റഗ്രൽ 1 to 9 ദിസ് ഇസ് റൂട്ട് യു ബൈ 9 du. ഓക്കെ, 1/9 അല്ല 4, റൂട്ട് യു ബൈ 4 du. അതായത് ഇത് du ബൈ 4 ആണല്ലോ dx എന്ന് പറഞ്ഞാൽ du ബൈ 4. അപ്പം നമുക്ക് എങ്ങനെ എടുക്കാം? dxന് പകരം റൂട്ട് യു, ഇതിന് പകരം റൂട്ട് യു, dx is du ബൈ 4. അപ്പൊ ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ റൂട്ട് യുവിന്റെ ഇന്റഗ്രൽ എന്താ? u raised to 3/2 by 3/2 ഫ്രം ദ ലിമിറ്റ് 1 to 2.
ക്ലിയർ? ഫ്രം ദ ലിമിറ്റ് 1 to 2 അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? സോറി 1 to 2 അല്ല, അത് മാറിയിട്ട് എന്താ, യുടെ ലിമിറ്റ് 1 to 9 ആയി. 0 to 2 മാറി 1 to 9 ആയി. So 5/4 constant taken outside to 2/3 u raised to 3/2 from the limit 1 to 9. So upper limit കൊടുക്കുമ്പോൾ 2/3 ഇത് ക്യാൻസൽ ആയിട്ട് ഡിനോമിനേറ്റർ 2, അപ്പോൾ 5/6 എന്ന് വരും. ബാക്കിയുള്ള ടേംസ് ഏതൊക്കെയാ? u raised to 3/2, അപ്പോൾ u raised to 3/2 എന്ന് പറയുമ്പോൾ 9 raised to 3/2, അപ്പോൾ 9 സ്ക്വയർ ക്യാൻസൽ ചെയ്ത് ബാക്കി 18 minus 2/3 just 13 pi/3 ക്യാൻസൽ ചെയ്ത് വരുമ്പോൾ 13 pi/3. ക്ലിയർ? ഇതേ കാര്യം നമ്മൾ പറഞ്ഞു സർഫസ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു വൈ ആകുമ്പോൾ എന്ത് വ്യത്യാസം വരാം? ഫംഗ്ഷൻ വൈയുടെ ഫംഗ്ഷൻ ആവും, ഇതും വൈയുടെ ഫംഗ്ഷൻ ആവും വിത്ത് റെസ്പെക്ട് ടു ഡി വൈ. അത്രേ വ്യത്യാസമുള്ളൂ. ചെയ്ത് നോക്കാം. ഇതേ പ്രോബ്ലം, ഇതേ കൈൻഡ് ഓഫ് പ്രോബ്ലം വിത്ത് റെസ്പെക്ട് ടു ഇതേപോലെയുള്ള പ്രോബ്ലംസ് എങ്ങനെയാ അബൌട്ട് വൈ ആക്സിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാ കിട്ടുക എന്നുള്ളത്. അപ്പൊ നമുക്ക് എപ്പോഴും പറയുന്ന കാര്യമാണ് എന്ത്? ഫിഗർ 3D ഫിഗർ അറിയില്ലെങ്കിലും 2D ഫിഗർ വരച്ചു വെക്കുക. അത് ഞാൻ എപ്പോഴും എല്ലാ പ്രോബ്ലത്തിലും എടുത്തെടുത്ത് പറയുന്ന കാര്യം എന്തുകൊണ്ട്? ആ ഫിഗർ വരച്ചില്ലെങ്കിൽ നമുക്കത് മാർക്കില്ല. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഫിഗർ വരച്ചില്ലെങ്കിൽ മാർക്ക് തരാതിരിക്കും. ഈ 3D മനസ്സിലായില്ലെങ്കിലും ഇങ്ങനെയുള്ള ഫിഗറുകളൊക്കെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് റൊട്ടേഷൻ സർഫസ് ഓഫ് റെവല്യൂഷൻ നമുക്ക് കുറച്ചുകൂടി ഈസിയർ ആയിട്ട് വരയ്ക്കാൻ പറ്റും. കാരണം അതിന്റെ ഒരു 3D കറക്റ്റ് അതിന്റെ 3D ഫിഗർ വരച്ചാൽ മതി. ഓക്കെ, നോക്കൂ, y x ഈക്വൽ ടു y ക്യൂബ് എന്ന് പറഞ്ഞ x ഈക്വൽ ടു y ക്യൂബ് എങ്ങനെയാ വരിക? x ഈക്വൽ ടു y ക്യൂബ് അല്ലെങ്കിൽ y ഈക്വൽ ടു x റേസ് ടു 1/3 ഗ്രാഫ്. ഇതാണ് അതിന്റെ ഗ്രാഫ്. ഇങ്ങനെയുള്ള ഗ്രാഫുകളൊക്കെ പഠിച്ചു വെക്കട്ടെ. ക്യൂബ് ഫംഗ്ഷന്റെ ഗ്രാഫ്, സ്ക്വയർ ഫംഗ്ഷന്റെ ഗ്രാഫ്, റെസിപ്രോക്കൽ ഫംഗ്ഷന്റെ ഗ്രാഫ് ഒക്കെ കാണാതെ പഠിച്ചു വെച്ചോളാം. എബൌട്ട് വൈ ആക്സിൽ റൊട്ടേറ്റ് ചെയ്യണം. ഇങ്ങനെയാണ് റൊട്ടേഷൻ. കണ്ടോ, ഇതിൽ ഇങ്ങനെയാണ് ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ എന്താ? y ക്യൂബ്. എക്സ് ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് y. അപ്പൊ എന്താ ഫംഗ്ഷൻ? എന്താ? എക്സ് അല്ല, ഫംഗ്ഷൻ y ക്യൂബ് ആണ്. അതിന്റെ ഡെറിവേറ്റീവ് എന്താ? 3y². ഫോമിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. g of y is y ക്യൂബ് റൂട്ട് ഓഫ് y ഡാഷ് എന്ന് പറയുന്നത് g ഡാഷ് എന്ന് പറയുന്നത് 3y² ഹോൾ സ്ക്വയർ dy. y ക്യൂബ് 1 + 9y⁴ dy. ഏതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റും? 9y⁴ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റും. പുട്ട് അല്ലെങ്കിൽ 1 + 9y⁴ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. u ഈക്വൽ ടു 1 + 9y⁴. അപ്പൊ രണ്ട് സൈഡും ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ du ഈക്വൽ ടു du വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യും. അപ്പൊ du/dx ഈക്വൽ ടു ഇവിടെ ചെയ്യുമ്പോൾ 36y³ എന്ന് കിട്ടും. വിച്ച് മീൻസ് ദാറ്റ് ഈസ് y³ dy ഈക്വൽ ടു y³ dx അല്ല dy. y³ dy ഈക്വൽ ടു du/36. y³ dy ഈക്വൽ ടു du/36. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക? റൂട്ട് യു ഈ y³ dy പകരം du/36 എന്നാവും. du/36 പുറത്തെടുത്തു. 2π അവിടെ ഉണ്ട്. 2 ലിമിറ്റ് മാറ്റണം. വൈയുടെ ലിമിറ്റ് 0 to 1 ആണ്. അതേപോലെ യുടെ ലിമിറ്റ് എങ്ങനെയാ മാറുക? ഇതാണ് യുടെ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ അവിടെ വൈയുടെ വാല്യൂ 0യും വൈയുടെ വാല്യൂ 1ഉം കൊടുക്കുമ്പോൾ 1 to 10 എന്ന് കിട്ടും. യുടെ ലിമിറ്റ് 1 to 10. സോ ഇന്റഗ്രേഷൻ ഫ്രം 1 to 10 π/18. കോൺസ്റ്റൻസ് പുറത്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ക്യാൻസൽ ചെയ്തിട്ട് π/18 ആവും. യു റേസ് ടു റൂട്ട് യുടെ ഡെറിവേറ്റീവ് u⁻³ 3/2/3/2 അല്ലെങ്കിൽ 2/3 u⁻³ 3/2. ക്ലിയർ? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ആൻസർ കണ്ടുപിടിക്കുന്നു. ബുദ്ധിമുട്ടൊന്നുമില്ല. നോർമൽ ഇന്റഗ്രേഷൻ തന്നെയാണ്. അവിടെ ചെയ്യുന്ന വാല്യൂസ് എടുക്കുന്ന മെത്തേഡ്സ് മാത്രം, ആ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതിയാവും. ഇതാ ക്ലിയർ? Okay, thank you.